സ്ത്രീകൾ പീരിയഡ്സ് ആയിരിക്കുന്ന സമയത്ത് ക്ഷേത്രദർശനം നടത്തിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഇത് ദൈവികമായിട്ട് സംസാരിക്കുന്ന ഒരു ചാനലല്ല, ഇത് യുക്തിപരമായി ചിന്തിക്കുന്ന ഒരു ചാനലാണ്. ഇനി അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ സ്കിപ്പ് ചെയ്തു. അതായത് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ ചിന്തിച്ച് കൂട്ടിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം. ഒന്ന്, സ്ത്രീകൾക്ക്, അതായത് ഒരു സ്ത്രീക്ക് പീരിയഡ്സ് ആയ കാര്യം ദൈവത്തിന് എങ്ങനെ അറിയാൻ സാധിക്കും? ഇനി അഥവാ ദൈവത്തിന് അറിയാമെങ്കിൽ ദൈവം അവരെ ശപിക്കുമോ? ഈ പീരിയഡ്സ് ആയിരിക്കുന്ന കാര്യം ആ കുട്ടിക്കും അവരുടെ ബന്ധുക്കാർക്ക് അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾ അങ്ങനെയുള്ളവർക്കെല്ലാം അറിയാൻ വഴിയുള്ളൂ. ദൈവത്തിന് ഇതെങ്ങനെ അറിയാൻ സാധിക്കും? ഇനി അഥവാ ദൈവത്തിൻ്റെ അത്ഭുത സിദ്ധി വെച്ച് ദൈവം ഇത് അറിഞ്ഞാൽ ദൈവം ശപിക്കുമോ? എന്താണ് ഇവിടുത്തെ പ്രശ്നം? ബട്ട് വൈ? ഞാൻ ഈ വിഷയത്തെപ്പറ്റി ഒരുപാട് ആലോചിച്ച് കൂട്ടി. ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ലോജിക്കലി കറക്റ്റാണെന്ന് എനിക്ക് തോന്നിയ കാര്യം ഇതാണ്. കാര്യം, പീരിയഡ്സ് ആയിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരു സമയമാണ്. ഇനി നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് എന്തിനാണ്? ക്ഷേത്രത്തിൽ പോകുന്നത് ഈശ്വരവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രയാസങ്ങളും കാര്യങ്ങളുമൊക്കെ ഒരു മൂർത്തിയുടെ മുമ്പിൽ പോയി തൊഴുത് കാര്യങ്ങളെല്ലാം പറയുന്നു, ദൈവം അനുഗ്രഹിക്കുന്നു, ആ ഒരു കൺസെപ്റ്റാണ്. നമുക്കിവിടുന്ന് ദൈവത്തെ ആദ്യം എടുത്തൊന്ന് മാറ്റാം. നമ്മൾ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഒരു പള്ളിയിൽ പോകുന്നത് നമുക്ക് ഇച്ചിരി സ്വസ്ഥതയും സമാധാനം, അപ്പോൾ അവിടുത്തെ ആ ഒരു അന്തരീക്ഷ ചുറ്റുപാടിൽ നിൽക്കുമ്പോഴത്തേക്ക് ഒരു പ്രയാസമുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ഇച്ചിരി സ്വസ്ഥതയും സമാധാനം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. ക്ഷേത്രത്തിലായാലും പള്ളിയിലായാലും എവിടെയാണെന്ന് പറഞ്ഞാലും. അപ്പോൾ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ പോകുന്ന ആൾക്ക് പീരിയഡ്സ് ആണെങ്കിൽ എന്താണ് സംഭവിക്കുക? അപ്പം മുൻപ് പറഞ്ഞ പോലെ ഇയാൾക്ക് വയറുവേദന അല്ലെങ്കിൽ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിൽ ചിലപ്പോൾ നമ്മൾ അടുത്ത സുഹൃത്തുക്കളോ വീട്ടുകാരോ വന്ന് എന്തെങ്കിലും സംസാരിച്ചാൽ പോലും ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈ സമയത്ത് ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞ് എങ്ങനെ ഒന്ന് മനസ്സ് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് ഒന്ന് സമാധാനപ്പെടാൻ സാധിക്കും? അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് വ്യക്തമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കാരണവന്മാർ ഇത് പറഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ ഈ ഒരു കാരണം കൊണ്ടായിരിക്കാം. ഈ സമയത്ത് ക്ഷേത്രത്തിൽ പോയിട്ട് പ്രത്യേകിച്ചൊന്നും അവിടെ നിന്ന് കിട്ടാനുമില്ല, ഇവർക്ക് അവിടെ പോയിട്ട് പ്രത്യേകിച്ച് കഥയില്ല. ഇനി ഈ വിഷയത്തെ കുറച്ചും കൂടെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. ഇത് നമ്മൾ ഈ പീരിയഡ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാണുകയോ കാര്യങ്ങളോ ഒന്നുമല്ല. ഈ ഒരു സംഭവം ഇല്ലെങ്കിൽ ഞാനോ ആരുമില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഒരു ഉദാഹരണം എന്നുള്ള നിലയ്ക്ക് ഞാനൊരു കാര്യം പറയാം. അതായത് എനിക്കിന്ന് നിർബന്ധമായിട്ട് ക്ഷേത്രത്തിൽ പോകണം. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇന്ന് വയറ്റിൽ നിന്ന് ഭയങ്കരമായിട്ട് പോകുന്നു, ഭയങ്കര വയറുവേദന, ആകെപ്പാടെ പ്രശ്നമാണ്. പക്ഷേ എനിക്ക് ക്ഷേത്രത്തിൽ പോയേ മതിയാവും. ഞാൻ പോയി അവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ എന്തായിരിക്കും? ഈ പറഞ്ഞ പോലെ എനിക്ക് മനസ്സിലൊന്ന് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ടോ ആ മൂർത്തിയുടെ മുമ്പിൽ പോയി തൊഴാനായിട്ടോ ഒന്ന് വലമ്പാക്കാനായിട്ടോ ഒക്കെ എനിക്ക് സാധിക്കും. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം, ബാത്റൂമിൽ പോകണം എന്നൊരു ചിന്താഗതിയായിരിക്കുമല്ലേ എനിക്ക്. ഇനി നമുക്ക് വേദന, മൂഡ് ചേഞ്ചസ്, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഒന്ന് മാറ്റി നിർത്താം. എന്നിട്ട് പഴയ കാലത്താണല്ലോ അത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരു പെൺകുട്ടിക്ക് പീരിയഡ്സ് വന്നു കഴിഞ്ഞാൽ പാടുകളുണ്ട്, മെൻസ്ട്രൽ കപ്പുകളുണ്ട്, വേദന മാറ്റാനായിട്ടാണ് വേദന സംഹാരികൾ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ചിലപ്പോൾ ഒരു വെള്ളത്തുണി കാണുമായിരിക്കും. അപ്പോൾ ഈ വെള്ളത്തുണി മാത്രം വെച്ചിട്ട് ഒരു 4 ആളുടെ ഇടയ്ക്ക് പോകാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിൽ പോകാനായിട്ടോ ഒരു പെൺകുട്ടിക്ക് എന്തുമാത്രം കോൺഫിഡൻസ് ഉണ്ടായിരിക്കാം. അതും കൂടെ നമ്മൾ ചിന്തിക്കണം. കാലം മാറുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ക്ഷേത്രത്തിൽ പോകണമെന്ന് അത്രയ്ക്ക് കടുപ്പിടുത്തമാണ്, എനിക്ക് നവോത്ഥാനം കെട്ടിപ്പടുത്തണമെന്ന് ഭയങ്കര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, പാടും വെച്ചിട്ട് എന്നാ പറയുക, ഒരു വേദന സംഹാരം കഴിച്ചിട്ട് പോകുമോ. പക്ഷേ ഈ പറഞ്ഞ പോലെ ക്ഷേത്രം വിശ്വാസികൾക്കുള്ളതാണ്. അവിടെ വിശ്വസിക്കുന്നവർക്ക് അവർക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് പാലിച്ചിട്ടാണ് അവർ പോകുന്നത്, അല്ലേ? ഇപ്പം ഞാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് എനിക്ക് യാതൊരു കാര്യമില്ല. അപ്പോൾ ഒരു നിരീശ്വരവാദിയായിട്ടുള്ള ഒരാൾക്ക് അയാളുടെ നവോത്ഥാനം കെട്ടിപ്പിടിക്കാനായിട്ടുള്ള സ്ഥലമല്ല ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ. അത് വിശ്വാസികൾക്ക് മാത്രമുള്ളത്. വിശ്വാസികളെ സംബന്ധിച്ച് ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കാം പറഞ്ഞു വെച്ചിരിക്കുന്നത്, അല്ലാതെ ദൈവം കോപിക്കും എന്നുള്ള ഒരു കേസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല പറയുന്നത്, രാഷ്ട്രീയമായിട്ടും
മറ്റൊരു ചിന്താഗതിയിൽ അതെന്താ ഇങ്ങനെ ആയിക്കൂടെ, അതാണ് ഈ ചാനലിൻ്റെ പേര് ബട്ട് വൈ എന്നിട്ടിരിക്കുന്നത്. പല കാര്യങ്ങളും ഈ വീഡിയോയ്ക്ക് ചിലപ്പോൾ തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിരിക്കാം. അടുത്ത വീഡിയോയിൽ നമുക്കത് ശരിയാക്കി മുന്നോട്ട് പോകാം.